Hello friends, welcome to Swati Swagat Tutorials. In this video, we are going to discuss some important questions from the chapter Reproduction in Organisms. So, instead of just watching this video, try to write down all the questions into your notebook. Questions ഏതൊക്കെയാന്ന് നോക്കാം. First question, morphologically and genetically similar individuals are called dash. ഈ ഒരു ഭാഗം നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഓർമ്മിച്ച് നോക്കുക. Morphologically and genetically similar individuals are called dash. എന്താണ് മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും ഒരേപോലെ കാണുന്ന ഇൻഡിവിജ്വൽസിന് പറയുന്ന പേരെന്താണ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ആണ് എന്ത്? നമ്മൾ പഠിച്ചതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ കൂടെ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ്, അതിനെപ്പറ്റി പഠിച്ചാണല്ലേ. ദ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ. സോ ദേ ആർ കോൾഡ്, ദ ആൻസർ ഇസ് ക്ലോൺസ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, how is the continuity of species maintained generation after generation? അപ്പം ഒരു സ്പീഷീസിന്റെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള അതിനുവേണ്ടി നടക്കുന്ന പ്രോസസ്സാണ്. അത് ഏതാണ്? അതാണ് ആ ക്വസ്റ്റ്യന്റെ മീനിങ്. അപ്പൊ ഏതാ പ്രോസസ്സിന്റെ പേര് മാത്രം എഴുതുക. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആ പ്രോസസ്സിന്റെ പേരെന്താണ്? ഏത് ഓർഗാനിസത്തിലാണെങ്കിലും ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ ഉണ്ടാവാനുള്ള കാരണം ആ പ്രോസസ്സാണ് ഏത്? ആൻസർ ഇസ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ സ്പീഷീസിന്റെയും നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ തലമുറകളായിട്ട് അതങ്ങനെ എക്സിസ്റ്റ് ചെയ്തു പോകുന്നത്. അതിനുള്ള കാരണം ആ പ്രോസസ്സിന്റെ പേരാണത് റീപ്രൊഡക്ഷൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. What is the major differences between offsprings produced by asexual reproduction and sexual reproduction? അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കൂടെയും സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കൂടെയും ഉണ്ടാവുന്ന ഓസ്പ്രിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ നോക്കാം. അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ അതിന് കാര്യങ്ങളാണ്, അതുപോലുള്ള കാര്യമാണ് എന്ത് ചെയ്തത്? എക്സ്പ്ലെയിൻ ചെയ്തത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ കൂടെ ഉണ്ടാവുന്ന യങ് വൺസ്, അസെക്ഷുവൽ യങ് വൺസ്, അതിന് പറയുന്ന പേരെന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, അതിന്റെ പേരെന്താ? ക്ലോൺസ്. അപ്പം ദ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇസ് കോൾഡ് ക്ലോൺസ്. എന്തുകൊണ്ടാണ് ക്ലോൺസ് എന്ന് പറയാൻ കാരണം? ദേ ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ഈച്ച് അതർ ആൻഡ് ടു ദെയർ പാരന്റ്സ്. പരസ്പരവും കാണാൻ ഒരേപോലെ ഉണ്ടാവും, അവരുടെ പാരന്റ്സിനെ പോലെ തന്നെയായിരിക്കും. സോ അപ്പൊ ഇവിടെ ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ നോട്ട് ചെയ്യാം? ദേ ആർ കോൾഡ് ക്ലോൺസ് because they are morphologically and genetically identical to each other and to their parents. adu parayam. Then what about sexually form cheyunna offsprings inde character endana? avade two gamete fusion, that means involvement of two parents are there. രണ്ട് parents involve ചെയ്ത് നടക്കുന്നതാണ് എന്ത്? സെക്ഷുവൽ. ഒരു മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും. അപ്പൊ അത് എന്ത് ചെയ്യും? അതിന് കൂടെ ഉണ്ടാവുന്ന ഓസ്പ്രിങ്സ് ഐഡന്റിക്കൽ ആയിരിക്കണം എന്നില്ല. അപ്പൊ എന്താണ് അവര്? ദേ ഷോ വേരിയേഷൻ. പാരന്റ്സിന് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് എന്തിൽ വരാം? ഓസ്പ്രിങ്സിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കാണുന്നതിനാണ് ഇത് പറയുന്നത് വേരിയേഷൻ. ജനറ്റിക്കലി അവരെന്ത് കാണിക്കും? വേരിയേഷൻ കാണിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഫ്രം പാരന്റ്സ്, ദേ ഷോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ദാറ്റ് ഈസ് കോൾഡ് വേരിയേഷൻ ആൻഡ് ദേ ഹാവ് ബെറ്റർ ചാൻസസ് ഫോർ സർവൈവൽ. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ കിട്ടാം. രണ്ട് പാരന്റ്സ് എന്നുള്ള ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യാം, എന്നിട്ട് അഡ്വാൻസ്ഡ് ക്യാരക്ടർ കാണിക്കാം. അപ്പൊ എന്തായാലും ഫസ്റ്റ് സെക്ഷുവൽ രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. വിച്ച് വൺ ഈസ് അഡ്വാൻസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെയാണ്? അസെക്ഷുവൽ അല്ല, സെക്ഷുവലി ഫോം ചെയ്യുന്ന യങ് വൺസ് ആണ് എന്ത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. അതിന് കാരണം എന്ത് തന്നെയാണ്? ദേ ഹാവ് ബെറ്റർ ചാൻസസ് ഫോർ സർവൈവൽ ആൻഡ് ദേ ഷോ വേരിയേഷൻ. ക്ലിയർ?
Then next question, fourth. Observe the relation between first pair and fill up the blanks. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പെനിസിലിയം അതിന്റെ നേരെ എന്താ തന്നത്? കൊണീഡിയ. ആ ഒരു റിലേഷൻ മനസ്സിലാക്കുക. Then fill up this one. Sponges equal to dash. Penicillium, how does penicillium related to conidia? Conidia is the asexual structure present in penicillium. Then sponges ലാണെങ്കിൽ ആ സ്ട്രക്ചറിന്റെ പേര് എന്താ നമ്മൾ പഠിക്കുന്നത്? സ്പോഞ്ചസിൽ അപ്പൊ എന്താ വരിക? This is called gemule. Gemule. Okay. The non-motile ആയിട്ടുള്ള external, exogenously formed non-motile structure which helps in asexual reproduction of penicillium. That is called conidia. So here, in case of sponges, that asexual reproductive structures are called gemmules. These gemmules are endogenously developed structures. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Fifth one, name one plant and animal in which external fertilization takes place. Fertilization two types, external, internal എല്ലാം പഠിച്ചതാണ്. അപ്പൊ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്ന ഒരു പ്ലാന്റിന് എക്സാമ്പിൾ, ഒരു അനിമലിനും എക്സാമ്പിൾ പറയാം. അനിമൽസിന്റെ കേസിൽ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? അനിമൽസ് എക്സാമ്പിൾ ഏതൊക്കെയാ പറഞ്ഞത്? ഫിഷസ് അല്ലെ? ഫിഷസ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഫിഷസ് ആൻഡ് ഓൾസോ ഫ്രോഗ് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യനിൽ ഒരെണ്ണം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഫിഷസ്, ഫ്രോഗ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ എക്സാമ്പിൾ മെൻഷൻ ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് പ്ലാന്റ്സ്? പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ഹയർ പ്ലാന്റ്സ് ഒക്കെ എന്താ കാണിക്കുക? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ബട്ട് ഹിയർ ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സാമ്പിൾ പ്ലാന്റ്സിലെ ഏറ്റവും പ്രിമിറ്റീവ് ഗ്രൂപ്പ് ആണ് എന്ത്? ആൽഗെ എന്ന് പറയുന്ന അക്വാട്ടിക് അല്ലെ? അപ്പൊ ആ ആൽഗയാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം നമുക്ക്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ക്ലിയർ? Then next, name the vegetative propagule present in. ഒരു രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, രണ്ടാൾക്കാരെ പേര് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് അഗേവ് ആൻഡ് ദി സെക്കൻഡ് ഇസ് ബ്രയോഫില്ല. അപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. അപ്പൊ ഈ പ്ലാന്റിന്റെ ഏത് വെജിറ്റേറ്റീവ് പാർട്ടാണ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഭാഗത്തിന്റെ പേര് പറയാം. ഇൻ കേസ് ഓഫ് അഗേവ്, മറക്കരുത് ചോദിക്കുന്നതാണ്. അഗേവ് എന്ന് പേരുള്ള പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേരാണിത് ബൾബിൽ. ഓക്കെ, ബൾബിൽ. ദെൻ ബ്രയോഫില്ലം എന്തിന് എക്സാമ്പിൾ ആണ് പഠിച്ചത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ബൈ ലീഫ്. ലീഫിന് കൂടെ പ്രൊപ്പഗേഷൻ നടക്കുന്ന പ്ലാന്റ് ആണെന്ന് ബ്രയോഫില്ലം. സോ ഇവിടെ എന്താ എഴുതേണ്ടത്? ലീഫ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ലീഫ് ബഡ്സ് എന്ന് എഴുതുക. ലീഫ് ടിപ്പിൽ ഫോം ചെയ്യുന്ന, ലീഫ് മാർജിനിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് പിന്നെ ലീഫ്ലെറ്റ് ആയിട്ടൊക്കെ പ്ലാന്റ്ലെറ്റ് ആയിട്ട് മാറുന്നത്. സോ ലീഫ് ബഡ്സ് എന്ന് പറയാം. അതർവൈസ് അഡ്വന്റീഷ്യസ് ബഡ്സ് എന്നുള്ള പേരും ഓർമ്മിച്ചു വെക്കുക. ലീഫ് ബഡ്സ് ഓർ അഡ്വന്റീഷ്യസ് ബഡ്സ്. ഇത് രണ്ടുമാണ് എന്തിന്റെ കേസിൽ? ബ്രയോഫില്ല. The next question, give technical terms of the following. താഴെ തന്നിരിക്കുന്ന രണ്ട് കാര്യം, അതിന് ഒരു സിംഗിൾ ടേം നമ്മൾ പറയാം. ടെക്നിക്കൽ ടേം. ഫസ്റ്റ് വൺ, animals that lay eggs. എഗ് ലേ ചെയ്യുന്ന കാറ്റഗറി, അതിനെ പറയുന്ന പേര്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ നമ്മൾ പഠിക്കുന്നതാണ് രണ്ട് കാറ്റഗറിയിലുള്ള അനിമൽസിനൊക്കെ. അപ്പൊ അതിൽ എഗ് ലേ ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? എന്തായിരുന്നു പേര്? They are called oviparous. Oviparous. എക്സാമ്പിൾ ആരൊക്കെയാണ്? ഒവിപാരസ്. ഇവിടെ പേര് എഴുതാൻ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു ഒവിപാരസിന്റെ കേസിൽ? ലിസാർഡ് ഒക്കെ വരുന്ന റെപ്റ്റൈൽസ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ബേർഡ്സ് പറയാം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഒവിപാരസ്. ദെൻ അടുത്തത്, എനിമൽസ് ദാറ്റ് ഗിവ് ബർത്ത് ടു യങ് വൺസ്. അപ്പൊ എഗ് ലേ ചെയ്യാത്തവര്, യങ് വൺസിന് എന്താ ഗിവ് ബർത്ത്, അതിന് പറയുന്ന ആൾക്കാർ, ആ ഗ്രൂപ്പിന് പറയുന്ന പേരെന്തായിരുന്നു? ഇതും ഫസ്റ്റ് വൺ ഒവിപാരസ് ആണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് കോൾഡ് വിവിപാരസ്. വിവിപാരസ് എനിമൽസ് എന്നാണ് പറയാം. എക്സാമ്പിൾ എന്താ? ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് അല്ലെ? ഹ്യൂമൻസ് അടങ്ങുന്ന മാമൽസിന്റെ ഗ്രൂപ്പിലൊക്കെ നടക്കുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് syncamy and meiosis in a sexual life cycle of an organism. എന്തിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ആണ്? syncamy and meiosis. രണ്ട് ടേം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. syncamy means what? syncamy is otherwise called fertilization. അതേപോലെ meiosis. meiosis എന്താണ്? meiosis is a type of cell division. എവിടെ നടക്കുന്നതാണ്? type of cell division. meiosis means cell division occurs in where? reproductive organs. എന്തിനു വേണ്ടിയിട്ട് നടക്കുന്നതാണ്? for the production of gametes. ഇപ്പോൾ ഓർഗാനിസം ഓർ ഒരു സെല്ല് ഡിപ്ലോയിഡ് ആണെങ്കിൽ that cell undergo meiosis
and form haploid cells. That means the result and last complete division ആകുമ്പോഴേക്കും എത്ര എണ്ണം ഫോം ചെയ്യും? 4 daughter cells are formed and this they are എങ്ങനെയാണ് ഹാപ്ലോയിഡ് ആയിരിക്കും. ക്രോമസോം നമ്പർ പകുതി ഉണ്ടാവുള്ളൂ. സോ മിയോസിസ് ഇസ് കോൾഡ് റിഡക്ഷൻ ഡിവിഷൻ. ഇപ്പോൾ പഠിച്ചതാണ്. സോ എന്താണ് ഇമ്പോർട്ടൻസ്? എന്താ മിയോസിസിലെ സെക്ഷുവൽ സൈക്കിളിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? മിയോസിസ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ്. ക്ലിയർ? അപ്പൊ അതാണ് പറയേണ്ട ആൻസർ. അതാണ് മിയോസിസ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ്. ക്രോമസോം നമ്പർ പകുതിയാക്കി ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സിന് ഉണ്ടാക്കും. എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ഇറ്റ് ഇസ് 46 ഉള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന എത്രയായിരിക്കും? 23 എന്ന് ക്രോമസോം നമ്പർ വരുന്നത്. മീൻസ് ഹാഫ് ക്രോമസോംസ് ഉള്ള ഗ്യാമീറ്റ്സിനെയാണ് ഫോം ചെയ്യുക. മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റിനെ ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് വൺ. Then what about one more question? Synchrony. Importance of synchrony. Synchrony means what? Fertilization or fusion process is called as synchrony. എന്താണ് ഇമ്പോർട്ടൻസ്? 2 haploid gametes fuses and form a diploid organism. ഇവിടെ ഫോം ചെയ്യുന്ന ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് അതിന്റെ ഫ്യൂഷൻ ആണ് നടക്കുക. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് synchrony. അങ്ങനെ നടന്നു കഴിഞ്ഞാലുള്ള കാര്യം എന്താണ്? ഇപ്പോൾ ഒരു 46 ഹ്യൂമൻ ബീയിങ് 46 ആണ്. ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ് ആയി കഴിഞ്ഞ് വീണ്ടും ഫ്യൂഷൻ നടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഡിപ്ലോയിഡ് ക്യാരക്ടേഴ്സ് റീസ്റ്റോർ ചെയ്യുന്നുള്ളൂ അല്ലെ? സോ synchrony മീൻസ് 2 ഹാപ്ലോയിഡ് ഗാമീറ്റ്സ് ഫ്യൂസസ് ആൻഡ് ഫോം ഡിപ്ലോയിഡ് ഓർഗാനിസം. ക്ലിയർ? അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? മിയോസിസ് എന്താന്ന് പറയാം, synchrony എന്താന്ന് പറയാം. അപ്പൊ അത് രണ്ടും കൂടെ നടക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആ ക്യാരക്ടേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ഇസ് മെയിൻറ്റൈൻഡ്. ക്ലിയർ? Then next question, explain the importance of myocytes in a diploid organism. This term is very important. Myocyte കേട്ടിട്ടുണ്ടോ? ഇതിന് മിയോസിസ് പറഞ്ഞു. ഇറ്റ് ഈസ് എ സെൽ ഡിവിഷൻ. മിയോസൈറ്റ് എന്താണ്? അപ്പൊ റിലേറ്റഡ് വിത്ത് മിയോസിസ് ഒരു ടേം ആണ് എന്ത്? മിയോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയാന്ന് വെച്ചാൽ വാട്ട് ഇസ് മിയോസൈറ്റ്? അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. എന്താ മിയോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കാണുന്നതാണ്? they are a gamete mother cell. നോട്ട് ചെയ്യുക. This myocytes are a gamete mother cell found in diploid organism. They are a gamete mother cell found in diploid organism. This gamete mother cell diploid organismത്തിൽ ആയത് കാരണം this gamete mother cell എന്തായിരിക്കും? diploid 2n ആണ് അല്ലെ? and this gamete mother cell undergo meiosis and form haploid gametes. അപ്പോ മിയോസൈറ്റ്, ഇപ്പൊ ഈ പറഞ്ഞതില് മിയോസൈറ്റ് ഏതാണ്? ദിസ് ഗ്യാമീറ്റ് മദർ സെൽ. അതിനാണ് എന്ത് പറയുന്നത്? മിയോസൈറ്റ്. മിയോസൈറ്റ് അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ്. N എന്ന് പറയുന്ന ക്രോമസോം നമ്പർ ആയിട്ട് കുറയും. അപ്പൊ ഏത് സെല്ലിലാണോ മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടക്കുന്നത് ആ സെല്ലിലാണ് എന്ത് പറയാ? ഗ്യാമീറ്റ് മദർ സെൽ, അല്ലെങ്കിൽ എന്ത് പറയും? മിയോസൈറ്റ്. ക്ലിയർ? അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. അപ്പൊ മിയോസൈറ്റിന്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ പകുതിയാക്കി എഴുതിയാൽ മതി. മിയോസിസ് നടക്കുന്നു, നമ്പർ എന്ത് ചെയ്യും? നേരെ ഹാഫ് ആയിട്ട് മാറും. ഓക്കെ, അത് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th one. If the chromosome number in myocytes of human, rat, elephant and rice are 46, 42, 56 and 24 respectively, what will be the chromosome number in gametes of this species? ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായോ? ഏതൊക്കെയാണ്? കുറച്ച് ഓർഗാനിസത്തിന്റെ പേര് തന്നിട്ടുണ്ട്. ഹ്യൂമൻ ബീങ്സ് ആണ് ഫസ്റ്റ്, ദെൻ റാറ്റ്, എലിഫന്റ്, റൈസ്. അപ്പം ഇത്രയും കാര്യങ്ങളും അതിന്റെ ക്രോമസോം നമ്പർ 46 ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് 46, റാറ്റ് 42, എലിഫന്റിലാണെങ്കിൽ 56, റൈസ് ആണെങ്കിൽ 24. അത് ആ ക്രോമസോം നമ്പർ എവിടെയുള്ളതാണെന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് ദേ ആർ മിയോസൈറ്റ്സ് അല്ലെ? അപ്പൊ മിയോസൈറ്റ്സിലെ ക്രോമസോം നമ്പർ തന്നു കഴിഞ്ഞാൽ എന്താ കാണേണ്ടത്? what will be the chromosome number in gametes of the species? അപ്പൊ ഈ എന്താ പറയാ, ഈ സ്പീഷീസിന്റെ
ഗ്യാമീറ്റ്സിൽ എത്ര ക്രോമസോം നമ്പർ ഉണ്ടാവും? സിമ്പിൾ ആണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണുള്ളത്. അപ്പം നമുക്ക് ഹ്യൂമൻസിന്റെ എക്സാമ്പിൾ കണ്ടാൽ തന്നെ അറിയാം അല്ലെ. ഹ്യൂമൻസിന്റെ കേസിൽ ഇപ്പൊ എത്രയാണ് തന്നത്? 46 ആണ്. എവിടെയുള്ളത്? മിയോസൈറ്റില് 46 ആന്ന് പറയുന്നു. അപ്പൊ ഗ്യാമീറ്റിൽ എത്ര ഉണ്ടാകേണ്ടത് നമുക്കറിയാം. ഹ്യൂമൻ ഗ്യാമീറ്റ് കണ്ടെയ്ൻ 23 ക്രോമസോം അല്ലെ, ഹാപ്ലോയിഡ് ആയിട്ട് മാറും. 46ന്റെ ഹാഫ് അല്ലെ 23 എന്ന് പറയുന്നത്. അപ്പം മിയോസൈറ്റ് തന്ന് ഗ്യാമീറ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നേരെ പകുതിയാക്കിയിട്ട് എഴുതാം. സോ ദ നെക്സ്റ്റ് എക്സാമ്പിൾ എന്താ? റാറ്റിന്റെ കേസിൽ പറയുന്നത് എത്രയാണ്? 42. മിയോസൈറ്റ് 42 ആണെങ്കിൽ ഗ്യാമീറ്റ് എത്ര ഉണ്ടാവുക? 21. ദ നെക്സ്റ്റ് എലിഫന്റ് എത്ര തന്നത്? 56 തന്നിട്ടുണ്ട്. ദെൻ ഗ്യാമീറ്റിൽ എത്ര ഉണ്ടാവും? അതിന്റെ ഹാഫ്, ദാറ്റ് ഈസ് 28. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ റൈസ് ആ തന്നത്. റൈസിൽ എത്രയുള്ളത്? 24 ആണ്. സോ ഹാഫ് എടുക്കുമ്പോൾ എത്ര ഉണ്ടാവുക? 12. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ മിയോസൈറ്റ്സ് തന്ന് ഗ്യാമീറ്റ് കാണാൻ വേണ്ടി പറഞ്ഞാൽ ഹാഫ് ആയിട്ട് എഴുതാം. തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്യാമീറ്റ് ക്രോമസോം നമ്പർ തന്നിട്ട് മിയോസൈറ്റ് കാണാൻ പറഞ്ഞ എന്ത് ചെയ്യാം? ഡബിൾ ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഹ്യൂമൻസ് 23 ഗ്യാമീറ്റ്സ് അല്ലെ, എന്താണ് 23 ക്രോമസോം എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ മിയോസൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഡബിൾ ആക്കി 46 എന്ന് പറയാം. അതുപോലെ ഓരോന്നും ഇതേപോലെ തിരിച്ചും ചെയ്യാം. ക്ലിയർ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ അത് ചോദിക്കാം. എനിവേ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഇനിയും ക്വസ്റ്റ്യൻസ് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിയുള്ള വീഡിയോസിൽ അത് ചെയ്യാം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ. സീ യു നെക്സ്റ്റ് ക്ലാസ്.